മുന്നണി പ്രവേശനത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. അൻവർ മുന്നണിയിൽ വേണ്ടെന്ന സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടെന്ന് കെ സുധാകരൻ. അൻവർ സ്വതന്ത്രനായി മത്സരിച്ചാൽ യുഡിഎഫിന് തിരിച്ചടി ഉണ്ടാകുമെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. അൻവറിനെ മാറ്റി നിർത്തണമെന്ന വികാരം യുഡിഎഫിൽ ആർക്കുമില്ലെന്നും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാന നേതൃത്വവുമായി സംസാരിക്കണമെന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. ഇടതുപക്ഷത്തിന്റെ നെറികെട്ട ഭരണം കാരണമാണ് അൻവർ പുറത്തു വന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. അതേസമയം മുന്നണിയിലെടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് പി വി അൻവർ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിതീവ്ര മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്ന കേസിൽ സംവിധായകൻ അഖിൽ മാരാർക്ക് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹൈക്കോടതി നടപടി. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് അഖിൽ മാരാരോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സിദ്ധാർത്ഥന്റെ മാതാവ് നൽകിയ അപ്പീലിലാണ് നടപടി. പ്രതികളായ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത നടപടി കോടതി ശരിവെക്കുകയും ചെയ്തു. ആലപ്പുഴയിലെ SDPI നേതാവ് KS ഷാൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതികളായ RSS പ്രവർത്തകർക്ക് ഇടക്കാല ജാമ്യം നൽകി സുപ്രീം കോടതി. പ്രതികൾ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുതെന്നും വിചാരണ നടപടികളുമായി പൂർണ്ണമായി സഹകരിക്കാനും നിർദ്ദേശമുണ്ട്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. പിണറായി സർക്കാരിന്റെ 9ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തയ്യാറാക്കിയ പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്ത് കമൽഹാസൻ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തത്. ആദ്യമായാണ് ഒരു സർവീസ് സംഘടന പിണറായിയെ കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത്. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇതിനായി വനം വകുപ്പിനെ ചുമതലപ്പെടുത്തി. നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാനാണ് വനം വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകവുമായി AIADMK സഖ്യസാധ്യത തേടുന്നതായി സൂചന. സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന DMK പുറത്താക്കുകയെന്നതാണ് ഇരു പാർട്ടികളെയും ലക്ഷ്യമെന്നിരിക്കെ സമാന ചിന്താഗതിക്കാർ ഒന്നിക്കുന്നതിന്റെ സൂചനയാണ് AIADMK നൽകിയത്. ഭാവിയിൽ TVK NDA സഖ്യത്തിനൊപ്പം ചേർന്നേക്കുമെന്ന് മുതിർന്ന AIADMK നേതാവ് കടമ്പൂർ രാജു പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യ. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് നാളെ വൈകിട്ടോടുകൂടി മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിലാണ് 4 സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തുന്നത്. അതേസമയം സംസ്ഥാനത്തിന്റെ അടിയന്തര തയ്യാറെടുപ്പ് പരിശോധിക്കുന്നതിനും പ്രതികരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായും ഹരിയാന സർക്കാർ മെയ് 29 വൈകുന്നേരം 5 മണി മുതൽ ഹരിയാനയിലെ 22 ജില്ലകളിലും ഓപ്പറേഷൻ ഷീൽഡ് സംഘടിപ്പിക്കും.